അങ്ങനെ ഒടുവിൽ കാത്ത് കാത്ത് ഓണം ഇതാ എത്തിക്കഴിഞ്ഞു. ഇന്ന് സർവത്ര പൂക്കളിട്ടിട്ടൊരു പൂക്കളമാട്ടോ ചെയ്യാൻ പോകുന്നത്. കാരണം 10ാമത്തെ ദിവസത്തെ പൂക്കളത്തിന് ഇച്ചിരി കൂടുതൽ പ്രത്യേകത ആയിക്കോട്ടെ എന്നോർത്ത് എന്തായാലും ആദ്യമായിട്ടാട്ടോ ഇത്ര വർഷത്തിനിടയ്ക്ക് ഞാൻ കറക്റ്റ് എല്ലാ ദിവസവും കൃത്യമായിട്ട് പൂടുന്ന, അല്ലെങ്കിൽ ആരുടെയും ഹെൽപ്പ് കൊണ്ട് പകുതി ദിവസം ഇടും, പിന്നെ ഇടിയല അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ. പക്ഷേ ഇതെന്തോ എല്ലാ ദിവസവും ഇടാൻ പറ്റി. ഇന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കാണെങ്കിൽ പോലും നാളത്തെ അത്രത്തോളം നിൽക്കുകയില്ല. നാളെ ഒട്ടും നേരം ഉണ്ടാകുകയല്ലോ, എല്ലാവരും ഫുൾ തിരക്കിൻ്റെ ആൾക്കാരായിരിക്കുമല്ലോ. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു സമൃദ്ധിയുടെ നല്ലൊരു പൊന്നോണം എല്ലാവർക്കും ആശംസിക്കുന്നത്. ഇന്നത്തെ പോലെ തന്നെ പൊന്നോണത്തിനും ഇതുപോലെ മഴയായിരിക്കും, എന്താണേലും വേണ്ടില്ല, നമുക്ക് നോക്കിയിരുന്ന് കാണാമല്ലേ. മഴയധികം ഇല്ലാതിരുന്ന ആഘോഷമായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കാമല്ലേ. എന്തായാലും നിങ്ങളുടെ ഓണമൊക്കെ എവിടെ എത്തി? എല്ലാം ഒപ്പിച്ച് എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചോ? എന്തായാലും ആരുടെയും പൂക്കളമൊന്നും കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒരു ലേശം വിഷമമുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളുടെ പൂക്കളം കാണാൻ ഇച്ചിരി കൊതി ഏറെ ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല, ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇന്ന് എത്ര സൈസ് പൂക്കളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 5-6 സൈസ് അല്ലെന്ന് തോന്നുന്നു. എന്തായാലും 10ാമത്തെ ദിവസത്തെ പൂക്കളം നല്ല കേമമാക്കി തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് ഓർത്തെ. ഇനിയിപ്പോൾ 11ാമത്തെ ദിവസത്തെ പൂക്കളം ഇവിടെ ഇടുന്നില്ല. പറഞ്ഞ പോലെ തന്നെ 10ാമത്തെ ദിവസത്തെ പൂക്കളത്തിന് 10 തരം പൂക്കളുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു റെഡ് കളറുള്ള പൂവുണ്ടായിരുന്നു, ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല.